ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് CAPF ആൻഡ് SSF, റൈഫിൾമാൻ GD ഇൻ അസം റൈഫിൾസ് ആൻഡ് സിപ്പോ ഇൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 39,000+ വേക്കൻസീസ് ഉണ്ട്. സോ നമുക്ക് എന്തോരം വേക്കൻസീസ് ഉണ്ട്, എന്നാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റ് തുടങ്ങുന്നത് 5/9/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/10/2024 ആണ്. പിന്നെ ഒരു ദിവസം എക്സ്ട്രാ ഉണ്ട്. എന്തിന്? ഫീസ് അടയ്ക്കാനായിട്ട്. ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി തന്നെ ആപ്ലിക്കേഷൻ വെക്കുന്നത് കൂടാതെ ഒരു ദിവസം എക്സ്ട്രാ കൂടി തന്നിട്ടുണ്ട്. പിന്നെ കറപ്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്, അതായത് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതിനായിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 5/1/2024 അത് എന്ന് വരെയുണ്ട്? 5/11/2024 ടു 7/11/2024 വരെ. അപ്പം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 5/9/2024. അത് എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 14/10/2024. ഇനി ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് 15/10/2024. കൂടാതെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 5/11/2024. അത് എൻഡ് ആവുന്നത് 7/11/2024. എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ജനുവരി, ഫെബ്രുവരി 2025 ആ ഒരു മാസങ്ങളാണ്. 2025 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു മാസങ്ങളാണ് എക്സാം നടക്കാൻ സാധ്യത. പിന്നെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ആപ്ലിക്കേഷൻ വെക്കേണ്ടത് ഓൺലൈൻ മോഡാണ്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിൽ എഴുതാം? ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ 13 റീജിയണൽ ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ തവണ എന്തുണ്ട്? മലയാളവും അതില് ഉണ്ട്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കേണ്ട. മെയിൻ ആയിട്ടുള്ളത് വേക്കൻസീസ്, എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. BSF മെയിലിനാണെങ്കിൽ 13,306 വേക്കൻസീസ് ഉണ്ട്. ഫീമെയിലിന് 2,348 വേക്കൻസീസ് ഉണ്ട്. അങ്ങനെ ടോട്ടല് 15,654 വേക്കൻസീസ് ആണ് BSF ഉള്ളത്. BSF എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. മെയിലിനാണ് വേക്കൻസീസ് കൂടുതൽ. ഓക്കെ. CISF മെയിലിന് 6,430 വേക്കൻസീസും ഫീമെയിലിന് 715 വേക്കൻസീസും ആണുള്ളത്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടല് 7,145 വേക്കൻസീസ് ആണ് ഉള്ളത്. CRPF മെയിലിന് 11,299 വേക്കൻസീസും ഫീമെയിലിന് 242 വേക്കൻസീസും. അങ്ങനെ ടോട്ടൽ 11,541 വേക്കൻസീസ് ആണ് ഉള്ളത്. കൂടാതെ SSB മെയിലിന് 819 വേക്കൻസീസും ഫീമെയിലിന് വേക്കൻസീസ് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എത്രയാണ്? ആകെ 819 വേക്കൻസീസേ ഉള്ളൂ. അത് ആർക്കാണ്? മെയിലിനാണ് ഉള്ളത്, SSB. പിന്നെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതില് മെയിലിന് 2,564 വേക്കൻസീസും ഫീമെയിലിന് 453 വേക്കൻസീസും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 3,017 വേക്കൻസീസ് ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ വന്നിരിക്കുന്നത്. ഇനി AR അസം റൈഫിൾസില് മെയിലിന് 1,148 വേക്കൻസീസും ഫീമെയിലിന് 100 വേക്കൻസീസും. അങ്ങനെ ടോട്ടൽ 1,248 വേക്കൻസീസ് ആണ് ഉള്ളത്. SSF മെയിലിന് 35 വേക്കൻസീസും അവിടെ ഫീമെയിലിന് വേക്കൻസീസ് ഇല്ല. അങ്ങനെ ടോട്ടൽ 35 വേക്കൻസീസ് ആണ് SSF വന്നിരിക്കുന്നത്. പിന്നെ NCB നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതില് മെയിലിന് 11 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമെയിലിനും 11 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 22 വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത്. ഇത് എല്ലാ വേക്കൻസീസും ടോട്ടൽ നോക്കുമ്പോൾ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 39,481 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി 40,000 അടുത്ത് വേക്കൻസീസ് ഉണ്ട്. മാക്സിമം വെക്കുന്നവരൊക്കെ വെക്കുക. കൂടുതൽ ഇതിൽ നമുക്ക് പ്രിഫറൻസ് നോക്കിയിട്ട് എക്സാമിന് വെക്കാൻ പറ്റും. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് BSF ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. അപ്പൊ അത് ആദ്യം വെക്കണമെങ്കിൽ അത് വെക്കാം. പിന്നെ വെക്കേണ്ടത് ITBP ആണെങ്കിൽ അത് വെക്കാം. അങ്ങനെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് വെക്കാം. പിന്നെ പേ സ്കെയിൽ വരുന്നത് 18,000 ടു 56,900 വരെയാണ് ഇത് പേ സ്കെയില് വരുന്നത്.
പിന്നെ ഇതില് ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 18 തൊട്ട് 23 വരെയുള്ള വയസ്സാണ്. അതായത് ഏജ് ലിമിറ്റ് 18 തൊട്ട് 23 വരെയാണ്. അതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 23+5 ഇയേഴ്സും കൂടെ ഉണ്ട്. 5 വർഷം കൂടി അവർക്ക് എന്ത് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ആണെങ്കിലും ഏജ് റിലാക്സേഷൻ എന്തുണ്ട്? 23+3 ഇയേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതായത് NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 5% ഓഫ് മാക്സിമം മാർക്ക് ഓഫ് ദി എക്സാമിനേഷൻ എന്തായിട്ട് കിട്ടും? ബോണസ് മാർക്കായിട്ട് കിട്ടും. അത് NCC B സർട്ടിഫിക്കറ്റ് ആവുമ്പോൾ 3% കിട്ടും. A സർട്ടിഫിക്കറ്റിന് 2%. ബോണസ് മാർക്ക് എത്രയാണ് കിട്ടുന്നത്? C സർട്ടിഫിക്കറ്റിന് 5%, B സർട്ടിഫിക്കറ്റിന് 3%, A സർട്ടിഫിക്കറ്റിന് 2%. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്? ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് വെക്കേണ്ടത്, OTR രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അതൊക്കെയാണ് എന്ത് ബാക്കിയുള്ള ഫുൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? വേക്കൻസീസ്, എത്ര വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നതെന്നാണ്. അത് 39,000+ ഉണ്ട്. അതായത് 40,000 അടുത്തുണ്ട്. അത് കൂടാൻ ഇനിയും സാധ്യതയും 39,000+ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നുകൂടി വേക്കൻസീസ് പറയാം. BSFല് ടോട്ടൽ എത്രയാണ്? 17,654 വേക്കൻസീസ് ഉണ്ട്. CASFല് 7,145 വേക്കൻസീസ് ഉണ്ട്. CRPFല് 11,541 വേക്കൻസീസ് ഉണ്ട്. SSBയില് 819 വേക്കൻസീസ് ഉണ്ട്. അത് മെയിലിന് മാത്രമേ ഉള്ളൂ. ITBPയില് 3,117 വേക്കൻസീസ് ഉണ്ട്. അസം റൈഫിൾസില് 1,248 വേക്കൻസീസ് ഉണ്ട്. SSFല് 35 വേക്കൻസീസേ ഉള്ളൂ. അത് മെയിലിന് തന്നെയാണ്. പിന്നെ NCBയില് 22 വേക്കൻസീസ് ഉണ്ട്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടല് 39,481 വേക്കൻസീസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ SSC, CDS, CSC, കേരള PSC റിലേറ്റഡ് ആയുള്ള ക്ലാസ്സുകളും വീഡിയോസും ഉണ്ടാവും. അങ്ങനെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.